Hello everyone, welcome to our new video. നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്ന പേപ്പർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് BGA 182 എന്നുള്ള പേപ്പറാണ്. അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടൈറ്റിലാണ്. ആ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത്. ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ്, ആ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ആൻഡ് ദെൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ പ്രോസസ്സസ് വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, എത്രത്തോളം സ്റ്റെപ്സ് അതിനുണ്ട് എന്നുള്ളത് നോക്കുന്നുണ്ട്. ആൻഡ് ദെൻ കംസ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ നമ്മൾ നേരിടും എന്നുള്ളത് നമ്മൾ നോക്കും. ആൻഡ് ദെൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സിലബസിലുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. Then we will come across the characteristics and conventions of a conversation. ഒരു കോൺവെർസേഷൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കൺവെൻഷൻസ് എന്താണെന്ന് നോക്കും. ആൻഡ് ദെൻ ഒരു കോൺവെർസേഷനും ഒരു പബ്ലിക് സ്പീച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് ഒരു സമ്മറി പോലെ ഒരു നോട്ടുണ്ട്. ആൻഡ് ദെൻ കുറച്ച് ആൻസേഴ്സ്, ഇതിനു മുമ്പ് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം നോക്കുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആശയവിനിമയം നടത്തുക. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുമുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഓരോ സ്റ്റെപ്പിലൂടെ കടന്നു വേണം ഈ ഒരു എൻ്റയർ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് സക്സസ് ആവുന്നത്? നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ എൻ്റയർ പ്രോസസ്സ് ഒരു സക്സസ് ആയിട്ട് മാറുന്നത്. നമ്മൾ വളരെ അടുത്തുള്ളവരുമായിട്ടും വളരെ ദൂരെയുള്ളവരുമായിട്ടും ഇന്നത്തെ കാലത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. വിത്ത് ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ടെക്നോളജി നമ്മൾ വളരെ എഫിഷ്യൻ്റായിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കമ്മ്യൂണിക്കേഷന് എന്താണ് എന്നൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ടു ട്രാൻസ്മിറ്റ്, ടു എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ ഓർ ഫീലിംഗ്സ് ബൈ സ്പീച്ച്, റൈറ്റിംഗ് ഓർ അതർ മീൻസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ, ഫീലിംഗ് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, മറ്റൊരാളെ അറിയിക്കുക. എന്തൊക്കെ തരത്തിൽ നമുക്ക് അറിയിക്കാൻ പറ്റും? ത്രൂ വേർഡ്സ്, പറഞ്ഞറിയിക്കാൻ പറ്റും. ത്രൂ റൈറ്റിങ്സ്, എഴുതി അറിയിക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെ, ഗസ്റ്റേഴ്സിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഇൻഫോർമേഷൻ സ്വാപ്പിംഗ് ആണ്. രണ്ട് പേർ അല്ലെങ്കിൽ അതിലധികം ആൾക്കാർ തമ്മിലുള്ള ഇൻഫോർമേഷൻ സ്വാപ്പിങ്ങിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ത്രൂ വേർഡ്സ് ഓർ സെൻസസ്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ടു ഫേസ് ഡയലോഗിലൂടെ, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ, നമ്മുടെ സൗണ്ട് ടോണിലൂടെ, സ്ട്രെസ് ചെയ്യുന്ന വാക്കുകളിലൂടെ, ഡയലോഗ്സിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരാൾ ഇത് പേഷ്യൻ്റ്ലി കേൾക്കുക എന്നുള്ളതും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നമ്മൾ ഒരു ബുക്ക് വായിക്കുന്നു, റൈറ്റർ ഉദ്ദേശിക്കുന്ന അതേ മീനിങ് ആയിരിക്കണം റീഡറിന് കിട്ടുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് എന്താണോ തനിക്ക് തോന്നുന്നത് അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുന്ന ഐഡിയാസും വ്യത്യാസമായിട്ട് വരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, എ വുമൻ വിത്തൗട്ട് ഹർ മാൻ ഈസ് നത്തിങ്. ആ സെൻറ്റൻസ് രണ്ട് രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു സ്ത്രീ അവളുടെ ഒരു പുരുഷന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നുമല്ല എന്നുള്ളത് ഒരു അർത്ഥമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇല്ല എങ്കിൽ ആ പുരുഷൻ ഒന്നും അല്ലാതായി പോകും എന്നുള്ള രീതിയിലും ആ ഒരു സെൻറ്റൻസ് എടുക്കാം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തപ്പെടുന്ന രീതിയിൽ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോന്നിൻ്റെയും മീനിങ് വരുന്നത്. മനുഷ്യന് മാത്രമേ തൻ്റെ ഉള്ളിലുള്ള ഐഡിയാസ്, അത് എങ്ങനെയുള്ള ഐഡിയാസ് ആയിരിക്കും? യുണീക്ക് ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ, ആ ഒരു എബിലിറ്റി ഉള്ളൂ. നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് 1.2 എന്തൊക്കെയാണ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം.
ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ദ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടു വേ പ്രോസസ്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഗിവ് ആൻഡ് ടേക്ക് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം ഉള്ളത് ആരൊക്കെയാണ്? ഒരു സെൻഡർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. അതായത് സെൻഡർ എന്ന് വെച്ചാൽ സംസാരിക്കുന്ന ആൾ, ദ സ്പീക്കർ, ആൻഡ് ദ റിസീവർ ആരായിരിക്കും? ലിസണർ, ആരാണോ കേൾക്കുന്നത്. ആ സെൻഡറും ഒരു റിസീവറും ഉണ്ടായിരിക്കും. സെൻഡർ എന്ത് ചെയ്യുന്നു? തൻ്റെ ഉള്ളിലുള്ള ഐഡിയയെ എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ഐഡിയയെ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ എൻകോഡ് ചെയ്യപ്പെടുന്നു. ആ ഐഡിയ സെൻഡറിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മീഡിയത്തിലൂടെ, ഒരു മാർഗത്തിലൂടെ റിസീവറിലേക്ക് എത്തുന്നു. ആ മീഡിയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓറലി ആയിരിക്കാം, റിട്ടൺ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റേഴ്സിലൂടെ ആയിരിക്കാം. ആ ഒരു മീഡിയത്തിലൂടെ റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ അവിടെ എന്താണ് ചെയ്യുന്നത്? വന്നിരിക്കുന്ന ഐഡിയ, ആ ഐഡിയയെ, ആ ഒരു മെസ്സേജിനെ ഡീകോഡ് ചെയ്യണം, തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. തൻ്റെ ബ്രെയിനിന് മനസ്സിലാകുന്ന രീതിയിൽ വന്ന ഐഡിയയെ ഡീകോഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ റിസീവർ ചെയ്യുന്ന കാര്യം. റിസീവർ എപ്പോഴും ഇതേ ഐഡിയ, സെൻഡർ പറഞ്ഞ അതേ കാര്യം തന്നെ മനസ്സിലാക്കണമെന്നില്ല. എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടായതുകൊണ്ട് പറഞ്ഞ ഐഡിയാസ് തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫ്ലുവൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഐഡിയാസിന് വ്യത്യാസവും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് സെൻഡറുണ്ട്, റിസീവറുണ്ട്. സെൻഡർ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യപ്പെടുന്നു. ആ മെസ്സേജ് ഒരു മീഡിയത്തിലൂടെ റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ തനിക്ക് കിട്ടിയ ഐഡിയയെ ഡീകോഡ് ചെയ്യുന്നു, തിരിച്ച് ആ കാര്യം മനസ്സിലാക്കുന്നു. ഇനി റിസീവർ ഇത് മനസ്സിലാക്കിയാൽ മാത്രം നമ്മുടെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല. തിരിച്ചൊരു ഫീഡ്ബാക്ക് ഈ സെൻഡറിന് കൊടുക്കണം. റിസീവർ ഒരു ഫീഡ്ബാക്ക് സെൻഡറിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. നമ്മുടെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇത്രയൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് 2 ആൾക്കാർ വേണം. സെയിം ലാംഗ്വേജ് തന്നെ ഇവർ സംസാരിക്കണം എന്നില്ല. ത്രൂ ഗസ്റ്റേഴ്സിലൂടെ ആണെങ്കിൽ പോലും വളരെ കുറച്ച് കാര്യങ്ങളെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തതായിട്ട് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 6 എലമെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ദ ഫസ്റ്റ് വരുന്നത് എന്തൊക്കെയായിരിക്കും? അഡ്രസ്സർ വേണം, അഡ്രസ്സ് വേണം. അതായത് ഒരു സെൻഡർ വേണം, ഒരു റിസീവർ വേണം. അതാണ് ഒന്നാമത്തെ എലമെൻ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ എലമെൻറ്റ് ദ ടോപ്പിക്, ആ ഒരു കണ്ടന്റ് വേണം. ദ ടോപ്പിക് എന്ന് പറയുമ്പോൾ ആ ഒരു മെസ്സേജ്, ദ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ദ ചാനൽ, ഏത് മീഡിയത്തിലൂടെയാണ് നമ്മൾ പറയുന്നത്. അത് ചിലപ്പോൾ ലെറ്റേഴ്സ് ആയിരിക്കാം, ടെലഫോൺ ആയിരിക്കാം, ഇമെയിൽ ആയിരിക്കാം. നാലാമത്തെ ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് ദ കോഡ്, ദ ലാംഗ്വേജ് ദാറ്റ് വി ചൂസ്. ഇംഗ്ലീഷിലാണോ, മലയാളത്തിലാണോ, ഫ്രഞ്ചിലാണോ, അറബിലാണോ എന്നുള്ളതാണ് നമ്മുടെ കോഡായിട്ട് വരുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് എലമെൻറ്റ് ഈസ് ദ മെസ്സേജ് ഫോം. എന്ത് ടൈപ്പ് ഫോമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? അത് ഗ്രാമർ പഠിപ്പിക്കാനാണോ, അല്ലെങ്കിൽ ഒരു ലെക്സിക്കൽ ഫോം പഠിപ്പിക്കാനാണോ എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എലമെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ദ സെറ്റിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഒരു സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സെറ്റിംഗ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. ഒരു കംഫർട്ടബിൾ സെറ്റിംഗ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം വേഗത്തിൽ നടത്താൻ പറ്റും. അതിനുശേഷം എലമെൻറ്റ്സ് നോക്കി, നമ്മൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കി. ഇനി ദ റോൾ ഓഫ് എ ഡീകോഡർ, കേൾക്കുന്ന ആൾ, റിസീവറിൻ്റെ റോളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡീകോഡറിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് ഒരു 3 പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോക്കി വയ്ക്കാം. ദ റോൾ ഓഫ് ദ ഡീകോഡർ, എങ്ങനെയുള്ള ഒരാളായിരിക്കണം ഡീകോഡർ? ഹി ഓർ ഷീ ഷുഡ് ബി ആൻ ആക്റ്റീവ് വൺ. രണ്ടാമത്തെ കാര്യം, ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഈ ഡീകോഡറിന് ഉണ്ടായിരിക്കണം. മൂന്നാമത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കോണ്ടെക്സ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷനെ പറ്റി ഈ ഒരു ഡീകോഡറിന് അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ഒരു കാര്യം സെൻഡർ പറയുമ്പോൾ, സ്പീക്കർ പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു കോണ്ടെക്സ്റ്റിനെ പറ്റി ഡീകോഡറിന് അറിഞ്ഞിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടായിരിക്കണം. നല്ലൊരു ആക്റ്റീവ് ലിസ്ണിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം ഡീകോഡർ. ഈ 3 ക്വാളിറ്റീസ് ഉള്ള ഒരാളായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷന് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ ആയിരിക്കും? ഒരു കാര്യം നമുക്ക് ആരോടെങ്കിലും ഇൻഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ആരെങ്കിലും വാൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോമിസ് കൊടുക്കാൻ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന് ഒരു 7 മാക്രോ ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഈ ടേംസ് കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് വരുന്നത് എന്ന് നമ്മളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആദ്യം വരുന്നത് ഇമോട്ടീവ് ഫങ്ഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ കാര്യം എന്താണ്? ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു സർപ്രൈസോ, ഓ നോ, ഒരു
നമുക്കിനി മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഒരു 7 മാക്രോ ഫങ്ഷൻസ് വരുന്നുണ്ട്. ഈ ടേംസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ബാക്കി എഴുതാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ കാര്യം ദ ഇമോട്ടീവ് ഫങ്ഷൻ, ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ഫങ്ഷൻ. ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സങ്കടം, ഒരു സന്തോഷം, ഓ നോ, വാവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ എലമെൻറ്റ് മാക്രോ ഫങ്ഷൻ. രണ്ടാമത്തേത് ദ ഡിറക്റ്റീവ് ഫങ്ഷൻ, മറ്റൊരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുക, അയാളെ കൊണ്ട് ഒരു ഡിറക്ഷൻ, ഒരു ബിഹേവിയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് വരുന്നത് ദ ഫാറ്റിക് ഫങ്ഷൻ, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു ചാനൽ ഒരുക്കുക, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഒരുക്കുക. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരാളെ കൂടി അതിലേക്ക് പെർസ്വേഡ് ചെയ്യുക. അടുത്തത് ഒരു പോയറ്റിക് ഫങ്ഷൻ ആണ്. ദ എസ്തെറ്റിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു എസ്തെറ്റിക്സ്, ആ ലാംഗ്വേജിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഭംഗി കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്ത അഞ്ചാമത് വരുന്നത് ദ റെഫറൻഷ്യൽ ഫങ്ഷൻ ആണ്. അതായത് ബേസിക്കലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ്, ടു ക്യാരി ഇൻഫോർമേഷൻ എന്നുള്ളതാണ് റെഫറൻഷ്യൽ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ദ മെറ്റാലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ, എന്തെങ്കിലും ഒരു ഗ്രാമർ മറ്റൊരാളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ലെക്സിക്കൽ കാര്യം, അല്ലെങ്കിൽ കോഡിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത. കോഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെറ്റാലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ മാക്രോ ഫങ്ഷനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ദ കോണ്ടെക്സ്റ്റുവൽ ഫങ്ഷൻ. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഒരാളെ കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് വരിക. ആ ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ മാക്രോ ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ 7 കാര്യങ്ങളുണ്ട്. ഈ 7 ഹെഡിങ്സ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ബാക്കി നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷനും എഫക്റ്റീവായി നടക്കണം എന്നില്ല. ചില സ്ഥലത്ത് നമുക്ക് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും, തടസ്സങ്ങളുണ്ടായിരിക്കും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവുന്നത്, തടസ്സപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മറ്റൊരാൾക്കും കൂടി മനസ്സിലാവണം. സ്പീക്കർ പറയുന്ന കാര്യം റിസീവറിനും കൂടി മനസ്സിലാവുന്ന ഭാഷ വേണം ഉപയോഗിക്കാൻ. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടേം ഈസ് കോഡ്. കോഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ 2 പേർക്കും അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും മനസ്സിലാകുന്ന ഒരു കോഡ് വേണം സെലക്ട് ചെയ്യാൻ. അഡ്രസ്സറിനും അഡ്രസ്സിക്കും കോമൺ ആയിട്ടുള്ള ഒരു കോഡ് വേണം ചൂസ് ചെയ്യാൻ. ഫസ്റ്റ് ബാരിയർ എന്ന് പറയുന്നത് കോഡായിരിക്കും. സെക്കൻഡ് ബാരിയർ ഈസ് വൊക്കാബുലറി. നമ്മൾ ചൂസ് ചെയ്യുന്ന വാക്കുകൾ 2 പേർക്ക് മനസ്സിലാവണം. മെഡിക്കൽ ജാർഗൻസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വേർഡ്സോ സ്റ്റോക്ക് മാർക്കറ്റിലെ വലിയ വലിയ കാര്യങ്ങളോ വൊക്കാബുലറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ കേൾക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി അറിയില്ല എങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് കോൺസെപ്റ്റ്. നമ്മൾ പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി കേൾക്കുന്ന ആൾക്ക് കൂടി അറിഞ്ഞിരിക്കണം. ബ്ലാക്ക് ഹോളിനെ പറ്റി സ്പീക്കർ പറയുകയാണ്, ഫോട്ടോസിന്തസിസിനെ പറ്റി പറയുകയാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ വണ്ടികളെ പറ്റിയോ പറയാണ്, ക്രിക്കറ്റിനെ പറ്റി പറയാണ്. ഈ കേൾക്കുന്ന ആൾക്ക് ആ ഒരു കൺസെപ്റ്റിനെ പറ്റി അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവൂ. നാലാമത്തത് ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ഷെയർഡ് അസംഷൻ. ഈ 2 പേർക്കും അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർക്ക്, പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ബാക്ക്ഗ്രൗണ്ട് നോളജ് ഒരുപോലെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഷെയർഡ് അസംഷൻസ് ഉണ്ടായിരിക്കണം. മുൻപ് കേട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് സ്പീക്കർ പറയുന്നതെങ്കിൽ അതിനെപ്പറ്റി സെയിം ഐഡിയ ഈ കേൾക്കുന്ന ആൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കവിത പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കവിത ഏത് കാലഘട്ടത്തിൽ എഴുതി, ആരൊക്കെയാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത്, ഒരു വിക്ടോറിയൻ കാലഘട്ടത്തെ പറ്റിയിട്ടാണെങ്കിൽ അന്നത്തെ മോഡസ്റ്റി എങ്ങനെയാണ്, ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ആ പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അതിന് ബാക്ക്ഗ്രൗണ്ട് നോളജും കോണ്ടെക്സ്റ്റുവൽ മീനിങ്ങും 2 പേർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം. അടുത്ത ഒരു ബാരിയറായിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യം പ്രൊനൗൺസിയേഷൻ, ഇൻറ്റൊണേഷൻ, സ്ട്രെസ്, ആക്സെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പലരും പല പ്രൊനൗൺസിയേഷനിൽ പല രീതിയായിരിക്കും. സ്ട്രെസ് ചെയ്യുന്ന വാക്കുകൾ വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ ടോൺ വ്യത്യസ്തമായിരിക്കും. ആക്സെൻറ്റ് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അമേരിക്കൻ ഇംഗ്ലീഷുണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷുണ്ട്. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് മറ്റൊരാളിലേക്ക് എത്തിപ്പെടാതെ പോകാനുള്ള സാധ്യതയുണ്ട്. കൾച്ചർ സ്പെസിഫിക് എന്നുള്ള കാര്യമാണ് അടുത്തതായി വരുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ചായക്കടകൾ. പക്ഷെ അതേ കാര്യം ഇംഗ്ലണ്ടിലേക്ക് എത്തുമ്പോൾ
അവിടെ ചായക്കടകളില്ല, കോഫി ഷോപ്സ് മാത്രമാണ്. ഒരു കൾച്ചറിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി സ്പീക്കർ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആളുടെ കൾച്ചറിലും കൂടി അതുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർലി ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ആവും. നമ്മൾ ഓണത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഓണം ആഘോഷിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അത് പ്രോപ്പർലി മനസ്സിലാകണമെന്നില്ല. അടുത്തൊരു ബാരിയർ ആയിട്ട് വരുന്നത് ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നോയ്സസ്, ആ ഒരു കാര്യം ഫിസിക്കൽ എൻവയോൺമെന്റിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബ്രേക്ക് ചെയ്യും. അടുത്ത ഒരു ബാരിയർ ആയിട്ട് വരുന്നത് അഫക്റ്റീവ് ഫിൽട്ടേഴ്സ് ആണ്. അഫക്റ്റീവ് എ ആണ്, ഇ അല്ല. അഫക്റ്റീവ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ്, നമ്മൾ ഒരു കാര്യം കേൾക്കാൻ എത്രത്തോളം റെഡിയാണ് അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ എത്രത്തോളം റെഡിയാണ് എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഫിയർ, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ. ചിലപ്പോൾ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ്റെ കുറവ് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്തവർ ഉണ്ടാകും. ആങ്സൈറ്റി, ഫിയർ, ബിലീഫ്സ്, വാല്യൂസ്, ലാക്ക് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ്. പിന്നെ ഒരു വർക്ക് പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ നമ്മുടെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് കോഡ്, വൊക്കാബുലറി, കൺസെപ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ഷെയർഡ് അസംഷൻസ്, പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ്, ആക്സെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക. ഫിസിക്കൽ എൻവയോൺമെൻറ്റും എഫക്റ്റീവ് ഫിൽറ്റേഴ്സും. ഇത്രയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അത് എക്സ്പ്രഷൻ്റെ അടിസ്ഥാനത്തിൽ, ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ, റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പ്രസ് ചെയ്യുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഓറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗസ്റ്റേഴ്സ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ ഇൻറ്റേർണൽ ഫ്ലോ ഉണ്ട്, എക്സ്റ്റേർണൽ ഫ്ലോ ഉണ്ട്. ഇതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കും. റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് ആദ്യം എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നോക്കാം. എഴുതി മറ്റുള്ളവരോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എഴുതുക എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സ് ആവാം, ഒരു ബുക്കിലൂടെ ഒരു ഓതർ റീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം, ലെറ്റേഴ്സ്, സർക്കുലേഴ്സ്, ഓഫീസ് മെമ്മോറാൻഡം, ന്യൂസ് ലെറ്റേഴ്സ്, ബ്രോഷേഴ്സ്, നോട്ടീസ്, ന്യൂസ് പേപ്പേഴ്സ്, മാനുവൽസ്, ജേർണൽസ്, മാഗസിൻസ്, അങ്ങനെ എന്തും നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കും. ഓതർ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ റീഡറിന് മനസ്സിലാകണമെന്നില്ല, പക്ഷേ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? വേർഡ്സ് ആണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? ഓറൽ കമ്മ്യൂണിക്കേഷൻ. അനദർ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. വളരെ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓറൽ മെത്തേഡിലൂടെയാണ്. വേർഡ്സ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വരാം, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഫോൺ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു ലെക്ചർ നടത്താം, മീറ്റിംഗ് നടത്താം, ഒരു ക്ലാസ് ഡിസ്കഷൻ നടത്താം. ഇതൊക്കെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗസ്റ്റേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. ഗസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ, നമ്മുടെ ഫേസ് എക്സ്പ്രഷൻസും ഉണ്ട്, ഹാൻഡ് മൂവ്മെൻറ്റ്സും ഉണ്ട്, ബോഡി പോസ്ചറും ഉണ്ട്. ചിലപ്പോൾ ഈവൻ സൈലൻസ് പോലും എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതും ഒരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിക്കേഷനെ ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും പറഞ്ഞു. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിന് പുറത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വ്യാപിപ്പിക്കുക. നമുക്കൊരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ വെച്ച് പറയാം. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എടുക്കുന്ന സിസ്റ്റം ഈസ് ഒരു സ്കൂൾ. അവിടെ 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇന്റേണൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു അപ്പർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരിക, അല്ലെങ്കിൽ ലോവർ സ്ട്രാറ്റയിൽ നിന്നും അപ്പർ സ്ട്രാറ്റയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ സെയിം ലെവൽ ഓഫ് ആൾക്കാർ തമ്മിൽ, സെയിം ഡിഗ്നിറ്ററീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം നമുക്ക് സ്കൂൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇന്റേണൽ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വെർട്ടിക്കൽ എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഡൗൺവേർഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയാം. ഒരു സ്കൂളിൽ ഹയർ അതോറിറ്റി ആരായിരിക്കും? ഒരു ഹെഡ് മാസ്റ്റർ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സിനോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് ഒരു സജഷൻ ആയിരിക്കാം, ഒരു ഓർഡർ ആയിരിക്കാം. ആ ഒരു ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പർ ലെവലിലുള്ള ഒരാൾ സബോർഡിനേറ്റിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒപ്പീനിയൻ ആയിരിക്കാം, സജഷൻ ആയിരിക്കാം, റിപ്പോർട്ട്സ് ആയിരിക്കാം. ഇനി അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ലോവർ ലെവലിലുള്ള ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ അപ്പർ ലെവലിലേക്ക്, അതായത് തന്നേക്കാൾ ഉയർന്ന പൊസിഷനിലുള്ള പ്രിൻസിപ്പളിനോട് ഒരു കാര്യം പറയണം. ഇതാണ് അപ്വേർഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് റിട്ടൺ ഫോമിലും ഓറൽ ഫോമിലും നടക്കാം.
അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ, അതായത് ടീച്ചേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഒരു സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ അവിടെ ടീച്ചേഴ്സ് മാത്രമല്ല കുട്ടികളുണ്ട്, കുട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ടീച്ചേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു സ്കൂളും മറ്റൊരു സ്കൂളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതാണ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് നോക്കാം. ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. ഒരു സ്പീക്കർ ഒരു ലിസണറിനോട് ഫേസ് ടു ഫേസ് ഓറലി തൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടും. ലിസണറിൻ്റെ ഫേസിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓറലി പറയുന്ന ആൾക്ക് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ തൻ്റെ ഐഡിയാസിന് മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ പറ്റുന്നില്ല. ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് നടത്തുന്നത്. ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു സൈമൾട്ടേനിയസ് റിയാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് അടുത്ത അട്രൻസ് പറയേണ്ടത് എന്ന് ഓറലി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ടേൺ അനുസരിച്ച് സംസാരിക്കാനായിട്ട് ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റും. ഇതേ സമയം ഓറൽ കമ്മ്യൂണിക്കേഷന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മുടെ ആക്സെൻറ്റ് അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ ഡിഫറൻസസ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർലി അങ്ങോട്ടേക്ക് എത്താതെ വരാം. ലെസ് റിലയബിൾ ആണ്. നമ്മൾ ഓറലി പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വിശ്വസിക്കണം, ഒരു തെളിവില്ലല്ലോ. പക്ഷേ അതേസമയം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ റിട്ടൺ അത് തെളിവായിട്ട് റിലയബിൾ സോഴ്സ് ഓഫ് എവിഡൻസ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു റൈറ്റർ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ റീഡർ ഏത് തരത്തിലുള്ള ആളായിരിക്കും, റീഡർ എന്താണ് ഇപ്പോൾ വിചാരിക്കുന്നത് എന്ന് ഈ റൈറ്ററിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു ക്വിക്ക് റിഫ്ലക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് റൈറ്റർ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. സിംപ്ലി ആ റീഡർ അത് എൻജോയ് ചെയ്യുന്നുണ്ടാകാം എന്നുള്ളതാണ് റൈറ്റർ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. റിട്ടൺ ഫോം എന്ന് പറയുമ്പോൾ ഒരു പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ഫ്യൂച്ചർ റെഫറൻസ് ആണ്. അതൊരു തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രിസൈസ് ആയിരിക്കും. അൺആംബിഗ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിട്ടൺ ഫോമിൽ എഴുതി വെക്കാൻ പറ്റില്ല. കറക്റ്റ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റിട്ടൺ ഫോമിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്. അതേസമയം റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻസീവ് ആണ്, റിജിഡ് ആണ്. അതേസമയം ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എക്സ്പെൻസീവ് അല്ല, ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വൈബ്രേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഓറൽ കമ്മ്യൂണിക്കേഷനിൽ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് കോൺവെർസേഷൻ ആണ്. അതിനുശേഷം നമ്മൾ കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീച്ചാണ്. ഒരു ഒറേറ്ററിൽ നിന്ന് ഒരു വലിയ ഓഡിയൻസിനോട് സംസാരിക്കുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇൻട്രാക്ഷന് രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ട്രാൻസാക്ഷണൽ ഫംഗ്ഷനും രണ്ടാമത്തത് ഇൻട്രാക്ഷണൽ ഫംഗ്ഷനും. എന്താണ് ട്രാൻസാക്ഷണൽ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം ട്രാൻസ്മിറ്റ് ചെയ്യുക, ഒരു ഐഡിയ മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസാക്ഷണൽ ഫംഗ്ഷൻ. രണ്ടാമത്തത് ഇൻട്രാക്ഷണൽ ഫംഗ്ഷൻ, ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷണൽ ഫംഗ്ഷനിലാണെങ്കിൽ ഒരു സ്പീക്കർ ഒരു ഐഡിയ പറയുന്നു, മറ്റേയാൾ അത് കേട്ടാൽ മാത്രം മതി, ആ ഐഡിയ റിസീവ് ചെയ്താൽ മാത്രം മതി. അതേസമയം ഇൻട്രാക്ഷണൽ ഫംഗ്ഷനിലാണെങ്കിൽ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ എന്നുള്ള ഒരു റിപ്ലൈ, അല്ലെങ്കിൽ അതിന് എന്താണോ ഉത്തരമായിട്ടുള്ളത് അത് തിരിച്ചു കൊടുക്കുക, ഒരു ഇൻട്രാക്ഷൻ അവിടെ പോസിബിൾ ആക്കേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിൽ ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, ഒരു ലെക്ചർ നടത്തുക, സെമിനാർ നടത്തുക, അല്ലെങ്കിൽ ഒരു
വർക്കിനെ പറ്റി ഒരു എലാബറേഷൻ നടത്തുക. ഇതൊക്കെയാണ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിൽ വരുന്ന എക്സാമ്പിൾസ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഒരു എൻക്വയറി നടത്തുക, ഒരു കോൺവെർസേഷൻ നടത്തുക, മറ്റൊരാളുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ഡേ ടു ഡേ ലൈഫിനെ പറ്റി പറയുക. ഇതൊക്കെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. നമുക്കിനി എന്താണ് ഒരു കോൺവെർസേഷൻ എന്ന് നോക്കാം. കോൺവെർസേഷൻ ബേസിക്കലി എന്താണ്? ഒന്നോ ഒന്നിലധികം ആൾക്കാരോ തമ്മിൽ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കോൺവെർസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി അവിടെ ആരൊക്കെ വേണം? ഒരു സെൻഡർ വേണം, ഒരു റിസീവർ വേണം. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലും അതൊരു കോൺവെർസേഷൻ തന്നെയാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഓഫ് ഇൻഫർമേഷൻ, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സ്വാപ്പിംഗ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും കോൺവെർസേഷനിൽ നടക്കുന്നത്. നമ്മളിനി കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കോൺവെർസേഷൻ നടത്തുമ്പോൾ കോഓപ്പറേറ്റീവ് ആയിരിക്കണം, അതേസമയം തന്നെ പൊളൈറ്റ്നെസ്സും പാലിക്കണം, പൊളൈറ്റ്നെസ് പ്രിൻസിപ്പിളും പാലിക്കണം. ഒരു കോപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരാൾ മാത്രം സംസാരിക്കാതെ കോൺവെർസേഷനിൽ മറ്റൊരാൾക്കും കൂടി സംസാരിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ പൊളൈറ്റായിട്ട് ഒരു പൊളൈറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളൊരു കോൺവെർസേഷനിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കോൺവെർസേഷൻ നടത്തുമ്പോൾ കുറച്ച് മാക്സിംസ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ടായിരിക്കുക. എന്തെങ്കിലും ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് നടത്താതെ പറയുന്ന കാര്യങ്ങൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുക, ക്വാളിറ്റി ഉണ്ടായിരിക്കുക. അതേസമയം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെലവൻ്റ് ആയിരിക്കുക, മാനറിസംസ് കീപ്പ് ചെയ്യുക. പറയുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പർ മാനറിസംസും ബിഹേവിയർ പ്രിൻസിപ്പിൾസും നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കോൺവെർസേഷൻസ് പ്രൊഫഷണൽ ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലായാലും നമ്മൾ നടത്തുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ഫീച്ചേഴ്സ് ആയിട്ട് ശ്രദ്ധിക്കുക. കോൺവെർസേഷൻ്റെ മറ്റൊരു ഫീച്ചറാണ് അഡ്ജസൻസി പെയർ. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ അല്ലെങ്കിൽ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ എന്നുള്ളത് ഒരു നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു അഡ്ജസൻസി പെയർ ആണ്. ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചും ഹൗ ഡു യു ഡു എന്ന് പറയും. അതൊരു അഡ്ജസൻസി പെയർ ആണ്. ഒരു കാര്യത്തിന് ഫിക്സഡ് ആയിട്ടൊരു ആൻസർ ഓൾറെഡി ഉണ്ട്. ഗുഡ് മോർണിംഗ് ഒരാൾ നമ്മളോട് വിഷ് ചെയ്താൽ തിരിച്ചും നമ്മൾ വിഷ് ചെയ്യുക. അതൊരു അഡ്ജസൻസി പെയറിന് എക്സാമ്പിളാണ്. അതായത് ഒരു കാര്യം കിട്ടിയാൽ നമ്മൾ അതിന് തിരിച്ചും റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് അഡ്ജസൻസി പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Adjacency pairs are utterances produced by two successive speakers such that the second utterance is identified as related to the first as an expected follow-up. ഒന്നാമത് പറഞ്ഞ ആളിന് തിരിച്ചൊരു റിപ്ലൈ എന്നുള്ള രീതിയിൽ, ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ വേണം രണ്ടാമത്തെ റിപ്ലൈ കൊടുക്കാൻ. അത് കൺവെൻഷനലി ഒരുപാട് രീതികളുണ്ട്. ഗ്രീറ്റിംഗ്സ് പറയുമ്പോൾ തിരിച്ച് ഗ്രീറ്റ് ചെയ്യുക, ഒരു കോംപ്ലിമെൻറ്റ് ആരെങ്കിലും നന്നായിട്ടുണ്ട് കാണാൻ എന്ന് പറയുമ്പോൾ താങ്ക് യു പറയുക, അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അഡ്ജസൻസി പെയറിന് എക്സാമ്പിളായിട്ടുള്ളത്. പിന്നീട് നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പ്രോപ്പർ ഓപ്പണിംഗ് ഉണ്ടായിരിക്കുക, പ്രോപ്പർ ക്ലോസിംഗ് ഉണ്ടായിരിക്കുക. ഒരു വിഷോടുകൂടി തുടങ്ങുക, അത് അവസാനിപ്പിക്കുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു താങ്ക് യുയോടുകൂടി അല്ലെങ്കിൽ ഇറ്റ് വാസ് പ്ലഷർ ടോക്കിംഗ് വിത്ത് യു എന്നുള്ളൊരു ക്ലോസിങ്ങോടുകൂടി നമ്മൾ നമ്മുടെ കോൺവെർസേഷൻ അവസാനിപ്പിക്കുക. ഒരു റിക്വസ്റ്റോ ഒരു ഗ്രാൻഡോ ഒരു ക്വസ്റ്റ്യനോ ഒരു ആൻസറോ അങ്ങനെ വേണം നമ്മൾ കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. കോൺവെർസേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ടോപ്പിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഒരു കാര്യത്തിന് ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് കോൺവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക, ടോപ്പിക്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ടേൺ ടേക്കിംഗ്. ഒരാൾ മാത്രം സംസാരിക്കാതെ കോൺവെർസേഷനിൽ മറ്റേ ആളും കൂടി ടേൺ എടുത്തുകൊണ്ട് ടേൺ ടേക്കിംഗ് നടത്തി രണ്ടുപേരും പരസ്പരം ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് കോൺവെർസേഷൻ്റെ പ്രത്യേകത പറയാനുള്ളത് റിപ്പയേഴ്സ് ആണ്. റിപ്പയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാൾക്ക് തെറ്റ് വരികയാണെങ്കിൽ നമ്മളത് റിപ്പയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ കോൺവെർസേഷൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. കോൺവെർസേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? കോപ്പറേറ്റീവ് ആയിരിക്കുക, പൊളൈറ്റ് ആയിരിക്കുക, അഡ്ജസൻസി പെയേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, ഒരു ഓപ്പണിങ്ങോ ഒരു ക്ലോസിങ്ങോ ഉണ്ടായിരിക്കുക, ടോപ്പിക് ഡെവലപ്പ് ചെയ്യുക, ടേൺ ടേക്കിംഗ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ റിപ്പയേഴ്സ് വരുന്ന സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് കോൺവെർസേഷൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺവെർസേഷനും ഒരു പബ്ലിക് സ്പീച്ച് ഈവൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നോ ഒന്നിലധികം ആൾക്കാരോ തമ്മിൽ ഒരു ഇൻഫർമേഷൻ സ്വാപ്പിംഗ് നടത്തുക. ഇനി സ്പീച്ച് എന്ന് പറയുമ്പോൾ ഒരു ഒറേറ്റർ മാത്രം നിന്ന് തൻ്റെ ഉള്ളിലുള്ള ഐഡിയ പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് സ്പീച്ച്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് നോൺ ആസ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ടു ട്രാൻസ്മിറ്റ്
ടു എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ ഓർ ഫീലിങ്സ് ബൈ സ്പീച്ച്, റൈറ്റിംഗ് ഓർ അതർ മീൻസ്. ആ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിനുശേഷം നമ്മൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കി, എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്താണെന്ന് നോക്കി, മാക്രോ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കി, റിട്ടനും ഓറൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കി, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനും അപ്വേർഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റേണൽ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കി, ഇൻഫോർമലും ഫോർമൽ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് തമ്മിലുള്ള വ്യത്യാസം നോക്കി, ഒരു കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, കൺവെൻഷൻസ് നോക്കി, കോൺവെർസേഷനും ഒരു പബ്ലിക് സ്പീച്ചും തമ്മിലുള്ള വ്യത്യാസങ്ങളും നോക്കി. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയും.